2025 ഇതുവരെ 42 മത്സരങ്ങളിലായി ക്രിസ്ത്യാനോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസ് എത്രയാണെന്നോ? 41. 38 ഗോൾ, 3 അസിസ്റ്റ്. കരിയറിലെ 954ാമത്തെ ഗോളാണ് ഇന്നലെ റോണോ അല്ലവൽ പാർക്കിൽ കുറിച്ചത്. 1000 എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടാൻ ഇനി വേണ്ടത് വെറും 46 ഗോളുകൾ. ആ നാഴികക്കല്ലും പിന്നിട്ടിട്ടേ അയാൾ ഈ മൈതാനങ്ങളോട് വിട പറയൂ. സീസണിലെ ഏറ്റവും മികച്ച ഗോളിന് നൽകുന്ന ഫിഫ പുഷ്കാസ് പുരസ്കാരം ചരിത്രത്തിൽ ആദ്യമായി സ്വന്തമാക്കിയത് ആരാണെന്നോ? റോണോ തന്നെ. 2009 ഫറങ്ക് പുഷ്കാസിന്റെ സ്മരണയിൽ ഫിഫ അവാർഡ് ഏർപ്പെടുത്തുന്നത്. ആ വർഷം ചാമ്പ്യൻസ് ലീഗിൽ പോർട്ടോക്കെതിരെ പോസ്റ്റിന്റെ 40 വാര അകലെ നിന്ന് റോണോ നേടിയ ഗോൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു. അങ്ങനെ പ്രഥമ പുഷ്കാസ് പുരസ്കാരം റോണോയെ തേടിയെത്തുന്നു. 2018 യുവന്റസിനെതിരെ നേടിയ ബൈസിക്കിൾ കിക്കും പുഷ്കാസ് അവാർഡുള്ള മത്സരത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ വർഷം റോണോയെ പിന്തള്ളി അത് കൊണ്ടുപോയത് മുഹമ്മദ് സലാഹാണ്. ആൻഫീൽഡിൽ എവേർട്ടനെതിരെ സലാഹ് നേടിയ ഗോളാണ് പുരസ്കാരത്തിന് അർഹമായത്. അതേസമയം അന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഇതിനെതിരെ പരക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. റോണോയുടെ ബൈസിക്കിൾ കിക്ക് സലാഹിന്റെ ഗോളിനേക്കാൾ എത്രയോ മികച്ചതാണെന്നായിരുന്നു അവരുടെ വാദം. ഗ്രാവിറ്റിയെ തോൽപ്പിച്ച റോണോയുടെ മനോഹര മുഹൂർത്തങ്ങൾക്ക് അതിനു മുമ്പും ശേഷവുമൊക്കെ ഫുട്ബോൾ ലോകം പലകുറി സാക്ഷിയായി. 2019 യുവന്റസ് ജേഴ്സിയിൽ സാംഡോറിയക്കെതിരെ 2.56 മീറ്റർ വായുവിൽ ഉയർന്നു പൊങ്ങി നേടിയ ഹെഡർ ഗോൾ ഓർമ്മയില്ലേ? 1.5 മണിക്കൂറോളം റോണോ വായുവിൽ തങ്ങി നിന്ന പോലെയാണ് അനുഭവപ്പെട്ടത് എന്നാണ് സാംഡോറിയ കോച്ച് ക്ലോഡിയോ റാനേരി അന്ന് പ്രതികരിച്ചത്. 2013 ഏഞ്ചൽ ഡി മരിയുടെ ക്രോസിൽ യുണൈറ്റഡിനെതിരെ നേടിയ ഗോളും റയൽ ആരാധകർക്ക് അവിസ്മരണീയമായ ഓർമ്മയാണ്. ഇപ്പോഴും അയാളെ വിസ്മയങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു.